മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ PR ടീമിനും പിഴച്ചു. PR ടീമിൻ്റെ പ്രകടനം അതിദയനീയമായി മാറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തന്നെയാണ് CPM-ന് നേരിടേണ്ടി വന്നത്. അതൊന്നും സംശയം പറയാം. കണക്കുകൾ നിരത്തി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പല മുഖങ്ങളും തെറിക്കും. അതിലൊരു മുഖം പി ശശിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്സ് സെക്രട്ടറിയായ പി ശശി. പണ്ടേ വിവാദ പുരുഷനാണ് പി ശശി. നയനാർ ഭരണകാലത്ത് നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി. മണിച്ചൻ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നിരുന്നു. പിന്നീട് പി ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറി. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടായി. BF അച്യുതാനന്ദന് ഒട്ടും ഇഷ്ടമില്ലാത്ത നേതാവായിരുന്നു പി ശശി. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ലൈംഗിക ആരോപണം കൊണ്ടുവന്നത് VS ആണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പി ശശി ശ്രമിച്ചു. എന്തായാലും ലൈംഗിക ആരോപണത്തെ തുടർന്ന് കുറേ കാലം പാർട്ടിക്ക് പുറത്തായിരുന്നു ശശി. പിന്നീട് ശശി പാർട്ടിക്ക് അകത്ത് കയറി കണ്ണൂരിൽ ശക്തി തെളിയിച്ചു. പിണറായിയോട് എക്കാലവും മമത പുലർത്തിയിരുന്ന ശശിയെ പൊക്കിക്കൊണ്ടുവന്നത് പി ജയരാജനെ ഒതുക്കാൻ വേണ്ടിയാണെന്ന ആരോപണവും ഉയർന്നു. പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെ പിണറായിയുടെ നിയന്ത്രണമെല്ലാം ശശിയുടെ കീഴിലായി മാറി. പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ ശശിക്ക് വീഴ്ച പറ്റി എന്നാണ് CPM-കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോയിട്ട് പോലീസ് പിടിക്കാത്തതിന് കാരണം ശശിയുടെ ഇടപെടലാണെന്ന ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മാത്രമല്ല, പാർട്ടി അനുഭാവികളെയും പാർട്ടി മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നവരെയും കൈകാര്യം ചെയ്ത് ശശി വിടുന്ന രീതി ഇപ്പോൾ ചർച്ചാ വിഷയം ആയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പാർട്ടി അനുഭാവി കാണാനെത്തിയാൽ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റാത്ത അവസ്ഥ. മുഖ്യമന്ത്രിയെ കാണാൻ പറ്റാത്ത അവസ്ഥ വളരെ ഗതികേടാണ്. ഉമ്മൻചാണ്ടിയെയും VS അച്യുതാനന്ദനെയും നയനാരെയും ഒക്കെ നേരിട്ട് ചെന്ന് കാണാനുള്ള സൗകര്യം പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയനെ കാണണമെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അനുമതി വേണം. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു പിണറായി. അതാണ് പിണറായിക്ക് ഏറെ വിനയായി മാറിയത്. മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കാത്ത, സാധാരണക്കാർ കാണാൻ സാധിക്കാത്ത മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടി എന്തിന് വോട്ടിടണം എന്ന് സാധാരണക്കാർ ചിന്തിച്ചാൽ അതിൽ അതിശയോക്തി ഇല്ല. എന്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശശിയെ മാറ്റാനുള്ള തീരുമാനം ദ്രുതഗതിയിൽ മുഖ്യമന്ത്രി എടുത്തു എന്നാണ് സൂചന. മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററാണെങ്കിലും പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത്. പിണറായി നിയന്ത്രിക്കുന്ന പാർട്ടിയിൽ പിണറായിയുടെ വാഴ്ത്തുപാട്ടുകാർ ഉയർന്ന സ്ഥാനങ്ങളിൽ പോകുന്നതിൽ അത്ഭുതമില്ല. പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ തിരുത്തലിന് തയ്യാറായിരിക്കുന്നു. തകർന്നടിഞ്ഞു പോയി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF. അതിൻ്റെ പാപഭാരം മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ. ഗോവിന്ദൻ മാസ്റ്ററും CPM-ലെ മറ്റ് നേതാക്കളുമെല്ലാം പാർട്ടി തോറ്റിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാരണങ്ങൾ അങ്ങനെയല്ല. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ CPM-നുണ്ടായ തിരിച്ചടി അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അത് പഠിച്ചില്ലെങ്കിൽ ആ തിരിച്ചടി തുടർന്നുകൊണ്ടിരിക്കും. എന്തായാലും അഗ്നിശുദ്ധി വരുത്താൻ തുടങ്ങുന്ന പിണറായി സർക്കാരിന് പൊളിറ്റിക്സ് കേരളയുടെ അഭിവാദ്യങ്ങൾ. പി ശശിയുടെ സ്ഥാനം തെറിക്കും എന്ന വാർത്തയും പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കും.